ഹായ്, എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന 2 കുളങ്ങൾ, അതിലുള്ള മുഴുവൻ മീനുകളെയും ഞാൻ പിടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ മീനുകളെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കുറ്റിപ്പാല മുഹമ്മദ് കുട്ടിയാക്കാൻ്റെ ഫിഷ് ഫാമിലേക്ക് വന്നതാണ് ഞാനും കൊണ്ടോട്ടിക്കാരനായ സുഹൈലും. ഞങ്ങൾ 400 മീനുകളെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കുളത്തിൽ നിറയെ തിലാപ്പി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പിടക്കുന്നത് മുഴുവൻ തിലാപ്പി കുട്ടികളാണ്. അതുപോലെ തന്നെ ഷീറ്റിൻ്റെ താഴെ ഉള്ളതും മീന് തിലാപ്പി തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് 400 മീനുകളെ ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചു തരിക എന്നുള്ളതാണ് മുഹമ്മദ് കുട്ടിയാക്കാൻ്റെ ടാസ്ക്. അതൊരു ചെറിയ പണിയല്ല, നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞതുപോലെ മീനുകളെ എണ്ണി തിട്ടപ്പെടുത്തി തരിക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള ഒരു ജോബാണ്. ഏതായിരുന്നാലും ഞങ്ങൾക്ക് 400 മീനുകളെ, 200 മീനുകൾ സുഹൈലിനും 200 മീനുകൾ എനിക്കും വേണ്ടിയിട്ട് എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു തിരക്കിലാണ് മുഹമ്മദ് കുട്ടിയാക്കുള്ളത്. ഞങ്ങൾക്ക് കാണാം, അതിലുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ വലയിൽ പിടിച്ച് ഇനി അതെല്ലാം എണ്ണി ബക്കറ്റിലാക്കി അതിന് ശേഷം കവറിലേക്ക് നിറച്ച് ഓക്സിജൻ നിറച്ച് കെട്ടിത്തരുന്ന ഒരു വലിയ പണിയിലാണ് മുഹമ്മദ് കുട്ടിയാക്കുള്ളത്. വളരെ ബിസിയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വാങ്ങി ഞങ്ങൾ മടങ്ങി. സുഹൈലിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിലെത്തി. 100 മീനുകൾ അടങ്ങുന്ന 2 ബാഗുകളായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ മീനുകളെ ചെയ്യാൻ പോകുന്നത് ടാങ്കിലേക്ക് ഇറക്കി വെക്കുകയാണ്, നേരിട്ട് കുളത്തിലേക്ക് ഇറക്കുന്നില്ല. ഇതിൽ ഒരു ബാഗിൽ 100 മീനുകളാണുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 100 മീനുകൾ അടങ്ങുന്ന ഒരു ബാഗാണിത്. ഇത് നമ്മൾ നേരെ ടാങ്കിലേക്ക് ഇറക്കി വെക്കുകയാണ്, നേരെ പൊട്ടിച്ചിട്ടല്ല. അതുപോലെ തന്നെ അത് ബാഗിലെ ടെമ്പറേച്ചറും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഒരുപോലെ ആവുന്നതിന് വേണ്ടി നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ് സാധാരണ ചെയ്യുന്നത് പോലെ. ആ മീനുകളെ നമ്മൾ കണ്ടില്ല, എത്രയും ചെറിയ മീനുകളെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ബാഗും ഞാൻ ആ ടാങ്കിലേക്ക് ഇറക്കി വെക്കുകയാണ്. ടെമ്പറേച്ചർ ഒരുപോലെ ആയതിനു ശേഷം ഇവരെ ഈ ടാങ്കിലേക്ക് തുറന്നു വിടണം. കുളത്തിലേക്ക് ഇറക്കുന്നതിന് മുന്നേ 1-2 സംഗതികൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് ആദ്യം നമ്മളിങ്ങനെ ടാങ്കിലേക്ക് തുറന്നു വിടുന്നത്. 2 ബാഗിലുള്ള മീനുകളെയും ഈ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ്. അതിലുള്ള റബ്ബറൊക്കെ ഒഴിവാക്കി നേരെ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഒരുപോലെ ആയിട്ട്
കുഞ്ഞുങ്ങളിൽ കുറച്ച് ഈ കുളത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ബാക്കിയുള്ള മീനുകളെ മുഴുവൻ ഈ കുളത്തിലുമാണ് ഇട്ടിട്ടുള്ളത്. ഇടുന്നതിൻ്റെ മുന്നേ ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇട്ടത്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്തത്. ഇതിൻ്റെ മുന്നേ അതിനുവേണ്ടി മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആവർത്തനം ആവണ്ട എന്ന് കരുതിയാണ് അത് ഈ വീഡിയോയിൽ നിന്ന് ഒഴിവാക്കിയത്. അത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് കാണാൻ പറ്റും. ഇതിൽ ഞാൻ നല്ല എയറോക്സി ട്യൂബ് വെച്ചിട്ട് എയറേഷനൊക്കെ കൊടുക്കുന്നുണ്ട് ഈ കുളത്തിൽ. അതുപോലെ തന്നെ 2 കുളങ്ങളിലും അടിഞ്ഞുകൂടുന്ന വേസ്റ്റ് പുറന്തള്ളുന്ന സൈഫൺ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ കുളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്ത് കുളത്തിലേക്ക് തന്നെ ചാടുന്നൊരു സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തുകൊണ്ടാണ് കൂടുതൽ വിവരിക്കാത്തത്. ഞാൻ ഈ കുളത്തിൽ ചെയ്തിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മീൻ വാങ്ങുന്നതും അതിൻ്റെ വലുപ്പവും അത് ടാങ്കിലിടുന്നതൊക്കെയാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ കണ്ടു. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് നൽകുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.